സജി ജോസഫ്, അങ്ങേക്ക് 7 മിനിറ്റ്. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പാണ് സർ. ഗുണമേന്മയും കാലദൈർഘ്യവും വേഗതയും ഉറപ്പുവരുത്താനുള്ള കൂടുതൽ ശക്തമായ നടപടികൾ ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് സർ. ഇന്ന് മലയാള ദിനപത്രങ്ങളിലെ എല്ലാ പേജുകളും തകർന്ന റോഡുകളെക്കുറിച്ചും പാലങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സർ. കേരളത്തിലെ വളരാത്ത റോഡുകളിൽ അപകടങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ ജീവനാണ് പൊലിയുന്നത് സർ. കുപ്രസിദ്ധമായ റോഡുകളുടെ പേരിൽ നമ്മുടെ വിപണി മുതൽ നമ്മുടെ വിനോദസഞ്ചാരം വരെ ഇന്ന് വഴിമുട്ടിയിരിക്കുകയാണ് സർ. ഒരു മഴ പെയ്താൽ പോലും ഒട്ടുമിക്ക റോഡുകളിലും വെള്ളക്കെട്ടാണ്. ഇന്ന് പല റോഡുകളിലും ബോട്ട് ഓടിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു സർ. കാനകൾ വൃത്തിയാക്കാനുള്ള കൃത്യമായ ഒരു നടപടിയില്ല സർ. ഇപ്പോൾ റോഡ് ഏതാണ്, നടപ്പാത ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും നിരീക്ഷിച്ചിരിക്കുന്നത് സർ. പല റോഡുകളുടെയും നിർമ്മാണം പാതി വഴി നിലച്ച് അഗാധ ഗർത്തങ്ങൾ രൂപം കൊണ്ടിരിക്കുകയാണ് സർ. നിർമ്മാണ പ്രവർത്തനം അനന്തമായി നീണ്ടുപോകുന്ന ഈ പല സ്ഥലത്തും ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് സർ. സർ, വെള്ളക്കെട്ടുകൾ വീണ് ചേർത്തലയിലും തിരുവനന്തപുരം ചാക്കയിലും ആളുകൾ മരിച്ച സംഭവം പോലും ഉണ്ടായിരിക്കുന്നു. അത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ് സർ. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിൻ്റെ കാര്യം വളരെ ദയനീയമായ അവസ്ഥയാണ് സർ. ഒച്ചിൻ്റെ വേഗതയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഏകോപനമില്ല. ലോകത്ത് തന്നെ ഇതുപോലെ ഒരു വകുപ്പ് PWD ബിൽഡിംഗ് ഇത്രയും സ്ലോ ആയി പോകുന്ന ഒരു വകുപ്പ് മറ്റ് എവിടെയുമില്ല എന്ന് പറയാൻ സാധിക്കും സർ. സർ, കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പൊതുമരാമത്ത് റോഡുകളും പാലങ്ങളും ഉള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് സർ ഞാൻ വരുന്നത്. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ PWD റോഡുള്ള ഒരു മണ്ഡലം സർ. സാർ, ഈ ഒരു റോഡ് പോലും പുതിയതായി നിർമ്മിക്കാൻ ആവശ്യമില്ലാത്ത മണ്ഡലങ്ങളെയും കൂടുതൽ റോഡുകൾ പരിഗണിക്കേണ്ട മണ്ഡലങ്ങളെയും ഒരുപോലെ കാണുന്നത് അതെങ്ങനെ നീതീകരിക്കാൻ സാധിക്കും സാർ? സാർ, റോഡിൻ്റെ ദൈർഘ്യം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ മുൻഗണന കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ. സാർ, നിരവധി റോഡുകൾ നിർമ്മാണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. കിഫ്ബി ഏറ്റെടുത്ത് പിന്നീട് അത് ഒഴിവാക്കിയ ചില റോഡുകളുണ്ട്. അത്തരം റോഡുകൾ സർക്കാർ തന്നെ ഏറ്റെടുത്ത് ബഡ്ജറ്റിലോ മറ്റ് സ്കീമുകളോ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ ആവശ്യമായ നടപടി വേണം സാർ. അതുപോലെ തന്നെ സെൻട്രൽ റോഡ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ റോഡ് ആവശ്യമായ മണ്ഡലങ്ങളിലെ റോഡ് പോലും പരിഗണിക്കാതെ തികച്ചും അത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ലിസ്റ്റാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ അനുവദിക്കുന്ന തുകകൾ റോഡുകൾക്ക് വളരെ വിസ്തൃതമായിട്ടുള്ള ദൈർഘ്യമേറിയ റോഡിന് പോലും ഒരു ചെറിയ ഭാഗത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഫണ്ടാണ് ബഡ്ജറ്റുകൾ അനുവദിക്കുന്നത്. അങ്ങനെ റോഡുകളുടെ നിർമ്മാണത്തിൽ വലിയൊരു മെല്ലപ്പോക്ക് ഉണ്ട് എന്നുള്ളതും വളരെ ഗൗരവമായി കാണണം. ഗ്രാമീണ റോഡുകളുടെ കാര്യം ഒറ്റത്തവണ റോഡ് നിർമ്മാണം അത് വീണ്ടും നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യം സജീവമായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ 7 പാലങ്ങൾ കാലപ്പഴക്കം കൊണ്ട് തകർച്ചയുടെ വക്കിലാണ് സാർ. ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു പുതിയ പാലം പോലും അനുവദിച്ചിട്ടില്ല. പലപ്പോഴായി ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ടൂറിസം വകുപ്പിനെക്കുറിച്ച് പറയുമ്പോൾ സാർ വളരെ സഹതാപമുണ്ട് ഈ വകുപ്പിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. സാറ്, കേരളത്തിലെ ടൂറിസം മറ്റെല്ലാ രാജ്യങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയായി ഏറ്റവും പൊട്ടൻഷ്യലായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് ടൂറിസം. സാർ, അത് PR വർക്കിൽ മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നമുക്ക് വളരാൻ സാധിക്കുമോ? സാർ, ഇവിടെ ഇപ്പോൾ കാണുന്നത് പാളിപ്പോകുന്ന പ്രഖ്യാപനങ്ങളാണ്, താളം തെറ്റുന്ന പദ്ധതികളാണ്, സമയത്തിന് കൂടാത്ത ജംബോ ടൂറിസം ഉപദേശക സമിതികളാണ്. സാർ, കൂടിയാൽ തന്നെ ചവറ്റുകെട്ടയിൽ സ്ഥാനമില്ലാത്ത വിദഗ്ധോപദേശങ്ങളാണ്. സാർ, ഭരണ സംവിധാനത്തിന് അപ്രാപ്യമായിട്ടുള്ള വ്യവസായ ലോകമാണ്, സംരംഭകരുടെ ലോകമാണ്. സാർ, വകുപ്പിലെ തുഗ്ലക്ക് രീതിയിൽ അടിക്കടിയുള്ള സ്ഥാനചലനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അസംതൃപ്തരായ ഉദ്യോഗസ്ഥ ബന്ധത്തെയാണ് കാണുന്നത്. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഒട്ടുമുതകാത്ത കുറേ പ്രാദേശിക ഇവൻറ്റുകൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ് സർ.
സർ, കിതച്ചും തുമിച്ചും വലിഞ്ഞെഴുതി നീങ്ങുന്ന സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ദയനീയ ചിത്രം ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ് എന്ന കാര്യം വളരെ പ്രയാസത്തോടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, 100-ലധികം പേരുള്ള ഒരു ജംബോ ടൂറിസം ഉപദേശക സമിതിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷം. സാർ, നേരത്തെ 30-ൽ താഴെ അംഗങ്ങൾ മാത്രമായിരുന്നു ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു. സാർ, ആ കമ്മിറ്റി കൂടുന്നുണ്ടോ? കൂടിയിട്ടില്ല. 2023 ഏപ്രിൽ 5-ന് ഒരു യോഗം കൂടി ബഹുമാനപ്പെട്ട മന്ത്രി ആ യോഗത്തിൽ തല കാണിച്ചു പോയി എന്നാണ് ഉപദേശക സമിതി അംഗങ്ങൾ പറയുന്നത്. മിനിറ്റ്സിൽ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല. സാർ, എന്തിനാണ് സാർ ഇങ്ങനെ ഒരു സമിതി? ഈ സമിതി കൊണ്ട് എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് പ്രയോജനം ലഭിച്ചിരിക്കുന്നത്? സാർ, കേരളത്തിൻ്റെ ടൂറിസം രംഗത്തെ ഇതുവരെ കൂടുതൽ ചലിപ്പിച്ചത് നമ്മുടെ സ്വകാര്യ സർക്കാർ കൂട്ടായ്മകളും പങ്കാളിത്തവുമാണ്. സ്വകാര്യ മേഖലയില്ലാതെ ടൂറിസം ഇല്ല. ഈ രംഗത്തെ ടൂർ ഓപ്പറേറ്റർമാർ, റിസോർട്ട് ഉടമകൾ, ഹോട്ടൽ ഉടമകൾ, ടൂർ ഗൈഡുകൾ, ഇവരുടെയൊക്കെ ആവലാതികൾ കേൾക്കാനെങ്കിലും ഒരു സംവിധാനം വേണ്ടേ സാർ? അവരെ കേൾക്കുന്നില്ല, അവരെ കാണുന്നില്ല എന്നുള്ളതാണ് പരാതി. സാർ, ടൂറിസം ട്രേഡ് മീറ്റുകൾ എത്ര എണ്ണം ഈ സർക്കാരിൻ്റെ കാലയളവിൽ നടത്തി? അതിൽ എത്ര എണ്ണത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തു? ഒടുവിൽ നടത്തിയത് എന്നൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കണം. സാർ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. സാർ, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സഞ്ചാരികളെയോ വിദേശ സഞ്ചാരികളെയോ ആകർഷിക്കാനുള്ള കൂടുതൽ മാർക്കറ്റിംഗ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളുടെ കൈയ്യടി നേടുന്നതിനുള്ള പ്രാദേശിക ഇവൻറ്റുകളും പ്രാദേശിക ടൂറിസം പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സാർ, കോടികൾ ചെലവഴിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ഇതര സംസ്ഥാനങ്ങളിലോ രാജ്യത്തിന് പുറത്തോ മതിയായ യാതൊരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മലബാറിൽ നടന്ന റിവർ ഫെസ്റ്റ് പോലുള്ള ഇവൻറ്റുകൾ. സാർ, ഇതുതന്നെയാണ്. ഇത്തരത്തിൽ പ്രാദേശിക ഇവൻറ്റുകൾക്കായി പ്രാദേശിക ടൂറിസം പദ്ധതികൾക്കായിട്ട് ടൂറിസം വകുപ്പ് കോടികൾ ഇവിടെ പാഴാക്കിയാണ് സാർ. സാർ, കാരവൻ ടൂറിസം, ഡെസ്റ്റിനേഷൻ ചലഞ്ച്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ എല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഒരു തുടർക്കഥയായിട്ട് മാറുന്നത്. സാർ, ആകെ മേനി നടിക്കുന്നത് നമുക്ക് ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്ത ടൂറിസമാണ്. അതിനുവേണ്ടി ചില അവാർഡുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാർ, ഇവിടെ എനിക്ക് സൂചിപ്പിക്കുന്നത് ഇവിടെ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ കോടികൾ എന്ന് പറയുമ്പോൾ അതിൽ 60-70% മലയാളികളാണ് അതിലേക്ക് വരുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാർ, കേരളീയർ കേരളത്തിൽ സഞ്ചരിക്കണം, അവരെ ആരും തടയേണ്ട കാര്യമില്ല. പക്ഷേ കേരളീയർ കേരളത്തിനുള്ളിൽ ചെലവാക്കുന്നതാണോ അതോ ഇതര സംസ്ഥാനത്തുള്ള അവരും വിദേശികളും വന്ന് കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഏതാണോ പരിഗണന കൊടുക്കേണ്ടത് നമ്മൾ ആലോചിക്കണം. സാർ, പ്രാദേശിക ആഭ്യന്തര ടൂറിസം എന്ന ഈ രീതിയെ അമിതമായി പ്രൊമോട്ട് ചെയ്ത് പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി വികസിപ്പിക്കുകയും അത് ടൂറിസം മാർക്കറ്റുകൾ കണ്ടെത്തി അവിടെ പ്രൊമോഷൻ നടത്തുകയും ചെയ്യേണ്ട ബജറ്റാണ് ഈ വിധത്തിൽ പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ഒരു തുറന്ന ചർച്ച ഇക്കാര്യത്തിൽ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കി പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിൽ ടൂറിസം വികസനത്തിന് വേണ്ടി യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല, പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നില്ല, രാഷ്ട്രീയ താല്പര്യം വെച്ച് മാത്രം ഈ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ അനാവശ്യമായി കോടികൾ ചെലവഴിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുവികാരം മാനിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഇടത് പക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിധിയിലുണ്ടായ ആ ജനവികാരം മാനിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ തയ്യാറാകണം. ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ലോബിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ച് ആ പാർട്ടിക്കും ജനങ്ങൾക്കും ഈ നാടിനും അപകടകരമല്ലാത്തൊരു നാളേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.